ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെയൊക്കെ പറയുന്നത് പോലെ നൊബേൽ സമാധാനത്തിനുള്ള നൊബേൽ എന്നത് വല്ല തെക്കേടത്തമ്മ പുരസ്കാരം എന്നോ മറ്റോ വിശേഷിപ്പിക്കുക എന്നായിരിക്കും. അതുപോലും ഇല്ല, അതിലും അപ്പുറത്തേക്കാണ്. അതെ, ഉചിതമായിട്ട് വരിക. കാരണം നമുക്കറിയാം, നമ്മൾ ഒരു സമാധാന നോബൽ ഒരു വ്യക്തിക്ക് സമ്മാനിക്കാനുള്ള മാനദണ്ഡം എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മനുഷ്യരിൽ സാഹോദര്യം ഉണ്ടാക്കുക, വളർത്തുക, രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുക, സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഒരു പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന പേരിൽ പ്രധാനമാണത്. സമാധാന പ്രോത്സാഹനം, മനുഷ്യാവകാശ സംരക്ഷണം, അഹിംസയും നയതന്ത്രവും, ആയുധ നിരായുധീകരണം, ഇങ്ങനെയൊക്കെയാണുള്ളത്. ഈ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട് ട്രംപിനെ നമ്മൾ സങ്കല്പിക്കുക, ആരോ നോമിനേറ്റ് ചെയ്തു എന്ന നിലയ്ക്ക് പല രാജ്യങ്ങൾ 3 രാജ്യങ്ങൾ ഇപ്പോൾ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, മുൻപ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് ട്രംപിന് മാർക്കിടാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? ഏതെങ്കിലും ഒരു മാർക്ക് കൊടുക്കാൻ പോലും പറ്റുമോ എന്നുള്ളതാണ്. കാരണം അത്രയധികം നിസ്തുലമായ പങ്കാണല്ലോ അദ്ദേഹം ലോകത്തിന്, സംഭാവനകളാണല്ലോ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ലോകം മുഴുവൻ വലിയ സമാധാനക്കേടിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ രാജ്യങ്ങൾക്കിടയിൽ സംഘർഷം കുറയ്ക്കുക എന്ന് പറയുന്ന ഒരാൾ രാജ്യങ്ങൾക്കിടയിൽ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിലവിൽ ഇസ്രായേലിൻ്റെ കൂട്ടുപിടിച്ച് ഇറാനിലേക്ക് ആക്രമിക്കുമ്പോൾ ഇവർ മാത്രമാണ് ബാധിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ആക്രമിക്കപ്പെടുകയല്ലേ. അതിനുള്ള മൂലകാരണം ആരാണ്? ഡൊണാൾഡ് ട്രംപ് അല്ലാതെ മറ്റാരാണ്? അയാളാണ് ആണിക്കല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പശ്ചിമേഷ്യൻ മുഴുവൻ സംഘർഷ ഭീതിയിലും യുദ്ധഭീതിയിലും ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നതാണ്. ലോകസമാധാനം എന്നുള്ളതേ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരാൾക്കാണ് സമാധാനത്തിൻ്റെ നൊബേൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് തന്നെ. എങ്ങനെ ആഗ്രഹിക്കും? നമ്മൾക്ക് സ്വബോധം, ഒരു വ്യക്തിബോധം ഉണ്ടാവുമല്ലോ. നമുക്ക് അവനവനെ പറ്റിയുള്ള ഒരു ബോധം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞാൻ ഇന്ന് ആലോചിക്കുക, ഞാൻ ഗോയങ്ക അവാർഡിന് അർഹയാണ്, മാധ്യമപ്രവർത്തനത്തിലെ സമുന്നതമായ അവാർഡ്. ഞാൻ ആഗ്രഹിക്കണമെങ്കിൽ നമുക്ക് നമ്മളെ പറ്റിയുള്ള ഒരു സ്വബോധം, അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തിയിൽ അത് മറ്റോ കാണുകയോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വേണം, പ്രൂവ് ചെയ്യണം. അങ്ങനെ ഇല്ലാതെ കടകവിരുദ്ധമായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യൻ വീണ്ടും ഇതിനെ ആഗ്രഹിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ്, അദ്ദേഹത്തിനെ നയിക്കുന്ന ചിന്തകളും സ്വബോധവും ബോധം എന്താണ് എന്നുള്ളതിനെ പറ്റി യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെ ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സംഘർഷമൊക്കെ നേരത്തെ കഴിഞ്ഞേനെ.